അതാ ഞാൻ ഇപ്പൊ മഞ്ജു പറഞ്ഞത് മോശമായി പോയി. അച്ഛന് അർജുന അശോകനോട് ഇരുത്തിയിട്ട് നായക ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല, നായക ദാരിദ്ര്യമുണ്ടെന്ന് എന്തായാലും പറയും. കാരണം അവൻ നായകനല്ലേ? നായകനാണ്, പക്ഷെ ഡേറ്റ് കിട്ടുന്നില്ല ആർക്കും. ഏതായാലും എല്ലാവരും ബിസിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ, നായികമാരും നായകന്മാരും ഒക്കെ. അപ്പൊ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുബിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ റാഫിക്കയുടെ മോനാണ് എന്തേ ഇത്ര വൈകി വരാനെന്ന് നമ്മളിൽ പലരും ഈ ഒരു പ്രോജക്റ്റ് ഓൺ ആയപ്പോ തോന്നിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുകയാണ് ഇവിടെ. അപ്പോൾ 31-ാം തീയതി നമ്മുടെ പടം റിലീസാകുകയാണ്. തിയേറ്ററുകളിലേക്ക് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്ക് ഈ സിനിമ തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയത്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാനുണ്ടാവും, ഞങ്ങൾക്കും പറയാനുണ്ടാവും. നമുക്ക് അതിലേക്ക് കടക്കാം. ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിചാരിച്ചത്, പക്ഷെ നീ അത് കോമഡി ഒക്കെയാണ്. നീ കഥ പറയല്ലേ അടച്ചോർത്തിട്ട്. ആ, മഴ തന്നെ അഭിനയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ്. നിനക്ക് ക്ലൈമാക്സ് അപ്പൊ ഇതൊരു ത്രില്ലർ ജോണർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഇതിനകത്ത്. തമാശയുണ്ട്, കാര്യമുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് വേർഷൻ, ഒരു പക്ക എൻ്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ളൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ ലെങ്ത് ഉള്ളൊരു സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതൽ തള്ളി മറിക്കണമെന്നില്ല, അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ച് കുറച്ചെടുത്ത് ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദർഷിക്കയും റാഫിക്കയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗമായി വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പോൾ അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 31-ന് പടം റിലീസാകുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതേപോലെ വാപ്സിൻ്റെയും നാഷിഖാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ എന്നിട്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലും ഇപ്പോൾ നല്ലൊരു സമയത്ത് ആണ് ഇപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, ചില ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും 31 പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോൾ അത് സത്യമാണ്. അല്ല സത്യമായിട്ടും റാഫി സാറിന്റെ ഒക്കെ പടം, നാദർഷ സാറിന്റെ ആണെങ്കിലും ചെറുതാകുമ്പോൾ മുതൽ കണ്ടു വളർന്ന് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെ ഒക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, റിവ്യൂസ് പറയാ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, സത്യസന്ധമായ റിവ്യൂസ് പറയാ.
എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മോബിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ ഫിലിമിൽ പടത്തിൽ ചെറിയൊരു വേഷം, ചെറിയല്ലാട്ടെ എന്നെ സംബന്ധിച്ചിട്ട് വലിയ വേഷമാണ്. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അല്ല 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 നമ്മളൊന്നും നായകനമായിട്ടില്ല. നമ്മളിപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ് ഇക്ക തന്നത്. ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട്. അങ്ങനെ ഈ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കയുടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും കയറി കട്ടപ്പന അടുത്ത പ്രാവശ്യം അതിനകത്ത്. അതുപോലെ തന്നെ ഈ പടത്തിലും എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട്. ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇക്കായോട്ടൊക്കെ കൂടി ആലോചിച്ച് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ സാർ ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ട അടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് നമ്മുടെ ഭാഷാൻ ഷാജി. അപ്പോൾ ഇക്ക CCTV എടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്ള് ഇട്ട് കേൾപ്പിച്ചു. പാട്ടാ ഞാൻ നല്ലൊരു പാട്ട് വേണ്ടല്ലേ. അപ്പോൾ ഉഗ്രം പാട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് മൊത്തം അറിയില്ല, വേണ്ട തെറ്റിപ്പാടി വേണ്ടെന്നേ, അത് ഫ്രഷായിട്ടൊന്ന് പോരട്ടെ. പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുലുക്കും ഒരു കിടുക്കും. അല്ല കിടക്കുന്നു കുലുക്കും എന്നൊക്കെ പറഞ്ഞാൽ അല്ലല്ല എനിക്ക് കാണാത്ത അല്ല വേണ്ട. ഒരു പടം നല്ല പടം ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാണണം. ഞങ്ങളെ പോലെയുള്ളവരും മറ്റുള്ളവരും ഇപ്പോൾ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത്. അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പലരുമൊക്കെ പല സിനിമയെ കുറിച്ചും സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ ഒന്നുമില്ല. ഇതൊരു നല്ലൊരു സിനിമ. ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം, അനുഗ്രഹിക്കണം. ഇനി മാളവിലേക്ക് ഞാൻ അതെ ഡന്നാറാസി നമ്മുടെ ഈ സിനിമയിൽ നല്ല രസമായിട്ട് പാടി ഒരു പാട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഞാനായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഹരിശങ്കറും ഡനയും ചേർന്നാണ് പാടിയത്. പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡനയെ നമുക്ക് പാടിക്കാം കുറച്ചായിട്ട്. ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാദിഷയ്ക്കും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയുകയാണ്, റാഫി സാറിൻ്റെ മൂവീസൊക്കെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് കണ്ട് ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് ഞാനും. അതുപോലെ തന്നെ നാദിഷയ്ക്കയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എൻ്റർടൈൻ ചെയ്ത ഫിലിംസാണ്. അപ്പോൾ അതിൽ എഗെയിൻ എനിക്ക് മുമ്പ് ഇക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇക്കയുടെ ഒരു 2 ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഒരു അൺഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല. അൺഭാഗ്യവശാൽ ഞാൻ ആഡ് ചെയ്തു. ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടത്. ഞങ്ങളുടെ ഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അങ്ങനെ ആക്കരുത്. അല്ല അപ്പോ ഇപ്പോ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഭാഗമാവാൻ പറ്റിയ സന്തോഷമുണ്ട്. നമ്മളെ പ്രൊമോഷൻ വന്നേക്കല്ലേ, വൈ നെഗറ്റീവ്സ് അല്ലേ, എന്റെ അറിയാണ്ട് വന്ന മനഃപൂർവ്വം നിങ്ങളായിട്ട് പറയരുത്. സോ ഇതില് ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു സാധാരണ ഒരു പെൺകുട്ടി, ലൈഫിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നു, ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അധികം പറയാൻ പറ്റില്ലല്ലോ. അപ്പോ നല്ലൊരു ഈ പടത്തില് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാംകയും നാദർഷക്കയാണ്. അതില് നാദർഷക്ക കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിവിടെ വന്നിരിക്കാനും ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പടം റിലീസാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും കാണണം.
ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. അതെ, അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസുകൾ പറയണം, സത്യസന്ധമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് പറഞ്ഞു തരണം. സോ താങ്ക് യു സോ മച്ച്. ഈ സിനിമ എല്ലാവർക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കൊച്ചിയിൽ മാത്രം നടക്കുന്ന കഥയല്ല. ഇത് എല്ലാ പട്ടണങ്ങളിലും സാധാരണഗതിയിൽ ഇന്ത്യയിലെ ഏത് പട്ടണത്തിൽ വേണമെങ്കിലും സംഭവിക്കാവുന്ന കഥയാണ്. അത് വൺസ് അപ്പോൺ ഇപ്പം നമ്മൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്ന സിനിമകൾ വരാതെ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് കൊച്ചിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാവുന്ന ഫ്രീഡം ഉള്ള നമ്മളുടെ സ്വന്തം നാടല്ലേ. അപ്പോൾ അതിൽ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പട്ടണത്തിൽ സംഭവിക്കുന്ന കഥ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഏത് പട്ടണത്തിൽ സംഭവിക്കാം. ഒരാളാണ് താങ്കൾ. ഫാദർ വേണമെന്ന് വിചാരിച്ച ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കരിയറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ് താങ്കൾ. പക്ഷേ അങ്ങനെയല്ലാതെ പഠിച്ച് അസിസ്റ്റന്റായി അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ട് ശേഷമാണ് ഇപ്പോൾ ഒരു അഭിനയത്തിലോടൊന്ന് കയറിയത്. ശരിക്കും എൻ്റെ ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കയറി നമുക്ക് അങ്ങനെ ഒരു ഇത് ഉള്ളതുകൊണ്ടാണോ? ഇല്ല, ഞാൻ നേരത്തെ കയറണമെന്ന് വേണമെന്ന് വിചാരിച്ചാ, പക്ഷേ ബാക്കിയുള്ളവർ വിചാരിച്ച അതുകൊണ്ടാണ് വൈകിയത്. സമ്മതിച്ചില്ലേ? ഇല്ല, ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ അപ്പം തന്നെ ഞാൻ വാപ്ചാർത്ത് ചാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്ച പറഞ്ഞ ഒരു കുറച്ചും കൂടി ഒന്ന് വളരെ അല്ല, അപ്പൊ ഒന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്നിട്ട് ഇത് പറ്റുന്ന ഫീൽഡാണോ എന്ന് നോക്കി എന്ന് പറഞ്ഞു. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പടം ഉണ്ടാകണം. അതാണ് എൻ്റെ ഒരു പ്രൊഡ്യൂസർ റെഡി ആയിരുന്നില്ല, അതുകൊണ്ടാണ് വൈകിയത്. അല്ല, അക്കാര്യത്തിലും പറഞ്ഞുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയുള്ളതുകൊണ്ടാണ്, പുതിയ താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരോരോ പുതിയ നായകന്മാരും മലയാള സിനിമയിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് ഒരു റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്, വീണ്ടും താങ്ക്സ് പറയും. അങ്ങനെയല്ല, ഞാൻ പറട്ടെ, എന്താ പറയുക, ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതുകൊണ്ടാണ്. കാരണം ഞാൻ പറയാം, ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടും എന്ന് മാത്രം വിചാരിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞതാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളോട് ഈ സിനിമ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴാണ്, അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വരുന്ന പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് ഒന്നും കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ കാണുമ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ റാഫിക്ക, നാദിർഷ എന്ന് പറയുന്ന ഈ രണ്ട് ടീമിൽ നിന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ചിരിപ്പടമാണെന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞതാണ്. ഇതിനകത്ത് എന്നാ ചിരിയുണ്ട്, പക്ഷെ ഒരു ടോട്ടൽ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. ഇതിനകത്ത് സിനിമയിലിപ്പോൾ ഇവരെല്ലാവരും, മുബിനും പിന്നെ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോ, ഇവരെല്ലാം വലിയ വലിയ വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഇവർ രണ്ടുപേരും അർജുനും മുബിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ആദ്യം, പിന്നെ ഈ മുബിന് ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുബിൻ അഭിനയിച്ച ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ ഒക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. ഇതെവിടെയായിരുന്നത്? പുറത്തറിയാൻ കൊള്ളില്ലാത്ത അത് എൻ്റെ അടുത്ത് ഇപ്പോഴാണ് പറയണത്. ഇത് നേരത്തെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഇതിൽ ഇത്രയും പേര് മത്സരിച്ചിട്ട് എനിക്കാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്വേഷിക്കാൻ പോയില്ലടാ. ഏതായാലും ഞാനത് കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ
ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മൂവിന്. ഞാൻ റാഫിക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണുമ്പോൾ ഇപ്പോഴാണ് ഞാൻ കാണുമ്പോൾ ഇവൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെയിലും കൊണ്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞെടുക്കും. ഞാൻ റാഫിക്കയോട് ചോദിച്ചു, ഇവൻ അഭിനയിപ്പിക്കാൻ പറ്റില്ലേ കേടപ്പടത്തിലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ഇയാളല്ലേ പുതിയ ആൾക്കാരെ പരീക്ഷണം നടത്തുന്ന ആൾ, ഇയാൾ തന്നെ ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു ചെവിക്കടി കേട്ട് മറ്റു ചെവിക്കടി കളഞ്ഞ്. പക്ഷെ കറങ്ങി തിരിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് നല്ല ഞാൻ അതിൽ തൃപ്തനാണ്. ഇപ്പോൾ മുബിൻ വന്ന് അഭിനയിച്ചതിൻ്റെ പേരിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞല്ലോ, മുബിനാണെങ്കിലും ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇവരെല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അച്ചു അഭിനയിക്കുന്നത് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഈ പിള്ളേർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തുനിന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് താങ്ക്സ്. പിള്ളേരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതാണ്. അപ്പോൾ ഓരോ സിനിമ വരുമ്പോൾ എനിക്ക് ഈ കഥാപാത്രം എൻ്റെ ഓഡിയൻസ് കറക്റ്റായിട്ട് കൺവേ ആവും, അല്ലെങ്കിൽ എൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ ക്ലിക്ക് ആവും എന്ന് വിചാരിച്ചാൽ ഓരോ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും? ഓരോ കഥാപാത്രം ക്ലിക്കാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. ആക്ച്വലി പ്രമയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം, പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജോണർ ആണല്ലോ. അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നതോറും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാളെ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പ്രൊമോഷൻ കിട്ടിയൊരു പടം ആദ്യം ചെയ്തതാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാഫിക്ക നാദർഷിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ നാദർഷിക്കനെ നന്നായിട്ട് നല്ല പരിചയമുണ്ട്, ഞങ്ങൾ നെയ്ബേഴ്സായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാദർഷിക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ, നടനാവുന്നപോലും ചിന്തിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാദർഷിക്ക വിളിച്ചിട്ട് പറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കേട്ടു, ഇഷ്ടപ്പെട്ട മുബീനെ അപ്പോഴാദ്യമായിട്ടാണ് റാഫിക്കയുടെ വീട്ടിൽ കാണുന്നത്. അപ്പോൾ ഇവനും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ്, അപ്പോൾ അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത്. പിന്നെ ലൈക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴാണ് അവരത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനി കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. കഴിയുന്നോറും നീ ഇത് സെയിം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ. നമ്മൾ ഓരോ പടം കഴിയുന്നോറും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും. ഇപ്പം ആദ്യമായിട്ടാണല്ലോ നാഷികയോട് വർക്ക് ചെയ്യണം. കാരണം എനിക്ക് നാഷികനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെയും പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത്. അല്ല, അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു. കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ലേ, അത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള സാധനം അടിപൊളിയായിരുന്നു. കാരണം ഒരു 20-25 ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മൾ സെറ്റിൽ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. മൊത്തം റാഫിക്ക ഇങ്ങനെ വരും, പരിപാടി പറഞ്ഞു തരും. റാഫിക്ക കൂടെ അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ റാഫിക്കനെ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അത് ഞാനത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം. റാഷിക്ക് നോക്കട അറക്കൊടുത്തോളാം. പക്ഷെ രസമായിരുന്നു. കാരണം ഇവരിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവരെ പഴയ കഥകൾ ഭയങ്കര രസം, അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു പടമാണ്. ഞാൻ പറഞ്ഞ ഇവൻ തല്ലണല്ലോ റാഫിക്കനെ അടിക്കാനായിട്ട് മടി. ഞാൻ പറഞ്ഞ ഒന്നല്ലടാ, അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പഞ്ഞം കിട്ടിട്ടുണ്ടെന്നില്ല. ആണോ? ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സീൻ ചെയ്തില്ല. പിന്നെ കുറച്ച് കാര്യമില്ല, തിരിച്ചടിക്കാത്ത മുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്, എഴുതി വെച്ച ആളാണ് റാഫിക്ക. അപ്പോൾ അർജുന് റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ മാത്രമല്ല റാഫിക്കയുടെ ഒരു ആർട്ടിസ്റ്റ് കൂടെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഇത്രയും ഒരു ഹിറ്റ് മേക്കർ, അപ്പോൾ ഒരു ലെഗസി, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
ഇതില് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പഞ്ചാബ് ഹൗസ് പോലെ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല. സിറ്റുവേഷനലി കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതില് തമാശ ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മുടെ അടുത്ത്. അപ്പൊ അത് ത്രൂ ഔട്ട് പടം കണ്ടു കഴിയുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങനെ രസം പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ബാധിക്കണമെന്നല്ല. കാരണം നമുക്ക് കലാകാരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനം. ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിലും അത് നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അല്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിലോ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ നമ്മുടെ അവകാശമാണെന്ന് പറയും. ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും. നിങ്ങൾ ഇറക്കി കോടികൾ, നിങ്ങളിപ്പോൾ 50 കോടി മുടക്കിയിട്ട് സിനിമ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് 10 രൂപ മുടക്കാതെ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ. പക്ഷെ അത് ഒരിക്കലും ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയിലെങ്കിൽ ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾ സിനിമ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് പേരുടെ വരുമാനം. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനെ ആസ്പദമാക്കിയല്ലേ. സിനിമ ബേസ് ചെയ്താണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ്. സിനിമ നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല. നമ്മൾ വേറെ പണിക്ക് പോകും, നമുക്ക് വേറെ പണി കിട്ടും. അതൊക്കെ പക്ഷേ അത് നശിപ്പിക്കാതിരിക്കാം മാക്സിമം. ഇത് ചുമ്മാ നമ്മളെ ഈ ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ലുക്ക് വിളിച്ചു നേരം എടുത്തു. അതെ ഓക്കെ ചോദിച്ചു ഇറങ്ങി പോന്നു ഉച്ചനച്ച് അത് കുറച്ച് സംസാരിച്ചു. എവിടെയായിരുന്നു? ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ക്യാനിലൊക്കെ അവതരിപ്പിക്കുന്ന അതിൽ പ്രധാന വേഷം ചെയ്യുന്ന അതിന് പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചുരുളി ചെയ്യുന്നത് അങ്ങനെ റാഫി സാറും ഷാരോടും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജാഫർ. ഞങ്ങളെ പ്രതീക്ഷയോടുകൂടിയാണ് റാഫി സാർ എന്നോട് പറയുന്നത്. നാഷക്കാരനോട് കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയും ഏറ്റെടുക്കുക, ഞങ്ങൾ എങ്ങനെയും അരി മേടിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചിട്ട് നീ എവിടെ ഞാൻ ഇവിടെ കൊടുക്കാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ട് എൻ്റെ പടത്തിലൊക്കെ ചെയ്തോ കൊടുന്നു പറഞ്ഞ് ഞാൻ വന്ന് ചെയ്തേച്ചു പോയ സംഭവം. എനിക്ക് തൃപ്തരാണ്. നല്ലൊരു വേഷം എനിക്ക് തന്നിരുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലുള്ളൊരു ഫീലിങ്സ് ഒക്കെയാണ് നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമൊന്നുമല്ല. അതന്നെയല്ലേ ഈ ഇരിക്കുന്ന ലെവൽ തന്നെ നോക്കി നിങ്ങൾ തന്നെ എന്ത് ഇതിനകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറയും. പിന്നെ ഇക്ക പറഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയി. അപ്പോൾ സാർ ചോദിച്ചു എന്തോ അതിന് ചെറിയ പടമാണോ വലുതല്ല എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു. ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പോൾ സാറ് ഉറക്കും കണ്ടോ അവർ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു 20 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് 80 ദിവസം കൊണ്ട് അവൻ തീർത്താന്നും പറഞ്ഞ് അവിടെ കിടന്ന് മുത്തുന്നുള്ളതാണ് ഞാൻ സമ്മതിക്കില്ല. ആലോചിച്ചില്ല. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയാണ്, ഇക്കയുടെ സിനിമയാണ്. ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത നാളെ പ്ലാൻ ചെയ്യുന്ന പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും അവിടെ നായകനും ഒക്കെ കൂടെ നായികയൊക്കെ കൂടെ അടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള ഓരോ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പ്രിൻ്റ് എടുത്ത് കാണുന്നു. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണുക, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തൽ. നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അരി മേടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്.
മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ഈ ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറിക്കുമ്പോൾ പോകാമല്ലോ, മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കുക. ഞാൻ സിനിമ കാണാത്ത ആളാണ്, വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും. എൻ്റെ ഒരു അനുഗ്രഹം അല്ല കേട്ടോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം, എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ ഒരു കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി ഒരു ഉറപ്പാടത്തിലേക്കൊക്കെ വന്ന് അടിപൊളിയാകും. അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മൾ ഓക്കെ എന്നാൽ എനിക്കിതാ പറയാം. എന്തിന് ഇല്ലില്ല, ഞാൻ അതിനു മുമ്പ് പാടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ആഹാ എന്ന പടത്തില് ടൈറ്റിൽ സോങ് പാടിയാനാണ്. പാട്ട് ശരിയാണല്ല. ഏത് പാട്ട്? ആഹാ. ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ ആഹാ. ആരാ? അതിന്റെ ആഹാ. അങ്ങനെ കിടക്കണമൊന്നുമില്ല, ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഓക്കെ അല്ലേ? ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ സിനിമയിൽ ജാതി കൊണ്ടുവരുന്ന ഒരു ചർച്ച നടന്നു. അതോടൊപ്പം തന്നെ ഒരു റിവ്യൂവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടന്നുണ്ട്. ഒരു റിവ്യൂ ഇട്ട ഒരു വലിയ റിവ്യൂറിന് സ്വന്തം അവകാശപ്പെടുന്ന ആൾ അത് റിവ്യൂ പിൻവലിക്കുന്നു. ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട്. നാദിർഷാക്ക ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇത് കാണുന്നത്? അല്ല, സിനിമ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നിട്ട് അതൊക്കെ തെറ്റായി. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു 10 പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് അത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും. ഇപ്പം നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇരിപ്പുണ്ട്, നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കണം പറയും എനിക്ക് അത്ര വർക്കായില്ല. പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ് ആധികാരികമായിട്ട് കയറി പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ. അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും, പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് അയാൾ പറഞ്ഞത് വേദവാക്യമാണ്, പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം. അതൊക്കെ തന്നെ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതോ ഫേക്കാണോ ഇവർ പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക. നമ്മൾ സിനിമ കാണുക, അത് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ പറയാം എനിക്കിഷ്ടമില്ല എന്ന് പറയാം. പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാണുന്നവൻ കണ്ടോട്ടെ, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ട് ഒരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ്, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവുന്നവർക്ക് ശരിയാവട്ടെ. ഈ സിനിമ ഒരു പ്രാവശ്യം റിലീസിംഗ് ഡേറ്റ് തീരുമാനിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമഴി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ത്രൂ കോയിൻസിഡൻസ് ആണ് എത്തിയത്. അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ചെയ്യാൻ ഒബ്വിയസ്ലി കാരണം റാഫി സാറും നാദിർഷ സാറും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് സ്റ്റോറിയാണ്. ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ്. ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നാദിർഷ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അർജുൻ ചേട്ടൻ, മോഹൻ ചേട്ടൻ. അപ്പോൾ സത്യൻ സാറിന്റെ ആകെ ഞാൻ അതിന് മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ.
അതാണെങ്കിൽ വീട് പോലെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെയായിരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഒന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി. അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളി ചിരിയൊക്കെ ആയി അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു. ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും കംഫർട്ടബിൾ ആയി ആക്ട് ചെയ്യാൻ വേണ്ടി. സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒരുപാട് തമാശയും ചിരിയും. എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കഥ എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ പോയിരിക്കാതെ. അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് അങ്കിളിലൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത്. ഒരുപാട് കഥ പറയായിരുന്നു ഇന്നസെന്റ് അങ്കിളും സെറ്റിൽ ആയപ്പോ. ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും. അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും. പക്ഷെ അവർ ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അത് അങ്ങനെ റെസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. അവന്റെ ടോട്ടലി ഒരു ഏണി ഇടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടവും പരിപാടിയാണ്. റെസംബിൾ ചെയ്യാൻ ചെയ്തതല്ല എന്നാണ് അവന് പറഞ്ഞായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വെച്ച് താങ്കളുടെ ഫേസും വെച്ചിട്ട് ഇതവന്റെ അല്ല. എങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, ഞാൻ രണ്ടുപേരും പാടാം. ദാന. തൂവെള്ളില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ മായാത്തൊരൻ ജീവൻ നില. ആരാണ് നീ നേരാണ് നീ നേരോർമ്മ തൻ പേരാണ് നീ രാമായാത്തൊരൻ ചങ്ങാതി നീ. മൗനമായി പിന്നെയും മാനസം തേടിയോ പോയൊരാ നാളിലെ പൊൻപീലികൾ. തൂവെള്ളില തൂവെണ്ണില നീ എന്നില ഞാൻ നിന്നില നീ മായാത്തൊരൻ ജീവൻ നില. ആരാണ് നീ നേരാണ് നീ നേരോർമ്മ തൻ പേരാണ് നീ രാമായാത്തൊരൻ ചങ്ങാതി നീ ഞാൻ നോക്കുന്നൊരൻ കണ്ണാടി നീ.